ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 25 ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന അന്യഭാഷാ ചിത്രങ്ങളും മലയാള സിനിമകളുടെയും ഒക്കെ കൂടെ കളക്ഷൻ റിപ്പോർട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ആദ്യം നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമയുടെ 10ാം ദിനമാണ് ഇന്ന്. ഈ ഒരു ശനിയാഴ്ച സൂപ്പർ സാറ്റർഡേ ആയി തന്നെ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. 560ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 24,100ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 19% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 41,44,000 രൂപയാണ്. അതായത് ഇന്നലത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഫൈനലായി വന്നത് 39,31,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെയുള്ള കളക്ഷനായി വന്നത്. അതായത് ഇന്നലെ സിനിമയ്ക്ക് ഏകദേശം 54 കോടിക്കടുത്ത് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അതേ സമയത്ത് അതിലും മുകളിലുള്ള ഒരു കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 65 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും സിനിമ കളക്ട് ചെയ്യും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ 6,31,00,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടിയിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബാൾട്ടി ഇവിടെ മിന്നുന്ന പ്രകടനവുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു മാസം പിന്നിടുകയാണ് ഈ ഒരു സിനിമ. ഇപ്പോൾ തന്നെ സിനിമ 30ാം ദിനത്തിലാണ് എത്തിയിരിക്കുന്നത്. 16 ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 451ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 23% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 83,000 രൂപയോളമാണ്. ഇന്നലെ ഫൈനലായി വന്നത് 83,000 രൂപയായിരുന്നു. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 7,74,00,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടിയും കടന്ന് 10 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 14 കോടിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുവരെ അങ്ങനെ ഒരു ഔട്ട്സൈഡ് കളക്ഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അന്യഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് പോകാം. അതായത് ഡ്യൂഡ് എന്ന ചിത്രമാണ്. മലയാളികൾ ഏറെ ഹൃദയത്തിലേറ്റിയ ഒരു ചിത്രമായി മാറുന്നു ഡ്യൂഡ്. 9ാം ദിനമാണ് സിനിമയുടേത്. ഇന്ന് 236 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 6,863ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 11.5% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 11,16,000 രൂപയോളമാണ്. ഇന്നലെ 11,30,000 രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ നേടിയത്. അതായത് ഏറെക്കുറെ 20 ലക്ഷം രൂപയോളം. ഇന്ന് 25-30 ലക്ഷം രൂപയ്ക്കടുത്ത് നേടുമെന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 2,81,00,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,30,00,000 രൂപ കടന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് 125 കോടിയിലേക്ക് സിനിമ എത്തുന്നു. അടുപ്പിച്ചുള്ള 100 ക്രോർസാണ് പ്രദീപിന് ഈ ഒരു സിനിമയിലൂടെ കിട്ടുന്ന ഹാട്രിക്കാണ് അടിച്ചിരിക്കുന്നത്. 3 ചിത്രങ്ങളും ഗംഭീര വിജയവുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ചിത്രമായ കാന്താരയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. കാന്താരയ്ക്ക് ഇന്ന് 24ാം ദിനമാണ്. 485ഓളം ഷോകളാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 18,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 14% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 30,47,000 രൂപയോളമാണ്. ഇന്നലെ ഫൈനലായി നേടിയത് 25,26,000 രൂപയാണെങ്കിൽ നേരെ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് 818 കോടി കടന്നതിൻ്റെ ഒരു പോസ്റ്റർ വന്നിരുന്നു. സിനിമ ഇന്നത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു 840 കോടി അല്ലെങ്കിൽ 850 കോടിയിലേക്ക് എത്തും ഉള്ള ചാൻസുകൾ. കാരണം ശനി ഞായർ ദിനങ്ങളാണ്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നേടുമെന്നുള്ളതും ഉറപ്പായിരിക്കുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 49,27,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 57 കോടി കടന്ന് മുന്നോട്ട് പോകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അതിഗംഭീരമായിട്ട് 900 കോടിയിലേക്ക് അടുത്ത് എത്തുന്നു എന്നാണ്. 1000 കോടി ഉറപ്പിക്കുന്നു ഈ സിനിമ എന്ന് തന്നെ പറയാം. ഒരു 15 ദിവസം കൂടെ ഹോൾഡ് ചെയ്ത് പോവുകയാണെങ്കിൽ സിനിമ ആ റേഞ്ചിലേക്ക് എത്തും. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസങ്ങളിലും എല്ലാം തന്നെ സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ പോകുന്നു. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ടും പോകുന്നത്. ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. സിനിമ ഇന്ന് സംസ്ഥാന അവാർഡുകളിൽ പോലും ചർച്ചയാവുന്ന ഒരു ചിത്രമായി മാറുകയാണ്. ഇന്നും ഒരു ഷോ മാത്രമാണ് 10 ടിക്കറ്റുകൾ വിറ്റുപോയെന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ 2,500ഓളം രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 3,800 രൂപയോളമായിരിക്കും. ഇത്ര ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു കുഞ്ഞൻ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ട്രാക്കിങ്ങിലൂടെ 22,28,000 രൂപ വന്നെങ്കിൽ സിനിമ 42 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് സന്തോഷകരമായി പറയാനുള്ളത്. ഇനി ബൈസൺ കാലമടൻ എന്ന ചിത്രമാണ്. അന്യഭാഷയിൽ നിന്ന് ദീപാവലിക്ക് വന്ന ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 128 ഷോകൾ
പിന്നിടുമ്പോൾ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് 3500ഓളം ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 12% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 5,57,000 രൂപയോളമാണ് ഇതുവരെ. ഇന്നലെ 6,09,000 രൂപ നേടിയ സ്ഥാനത്ത് ഇന്ന് അതിന് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ കുതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയാണ്. ഇനി ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ കണക്കുകളിലേക്ക് പോകാം. ലോക 60ാം ദിവസത്തിലേക്കുള്ള ഒരു പോക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോക തകർത്ത് ആടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇന്ന് 59ാം ദിനത്തിൽ സിനിമയുടെ 65ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 16% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 3,70,830 രൂപയോളമാണ്. അതായത് ഇന്നലെ 2,71,000 രൂപ വന്നിടത്ത് ഇന്ന് 3,70,000 രൂപ എത്തിയിരിക്കുന്നു. അതായത് 1 ലക്ഷം രൂപയുടെ വർധനം. ഇന്ന് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 111,18,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്കിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. എന്താണേലും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 303 കോടി കടക്കുന്നു സിനിമ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 123 കോടിയും കടക്കുന്നു. 124 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുന്നത് 31-ാം തീയതിയാണ്. ഒരു പക്ഷേ ഫൈനൽ റണ്ണിൽ വരുമ്പോഴത്തേക്ക് 303 കോടി 304 കോടി ആ റേഞ്ചിലായിരിക്കാം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ പോകുന്നത്. ഇതിനോടകം തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. മലയാളത്തിലെ നമ്പർ 1 ആയ ചിത്രം ഇന്ന് ബാക്കി എല്ലാ സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകളും ഒട്ടുമിക്ക റെക്കോർഡുകളും 99% റെക്കോർഡുകളും തൂത്ത് വാരിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കല്യാണി പ്രിയദർശൻ മലയാളത്തിൻ്റെ അഭിമാന മുഹൂർത്തമാകുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു. ബിഗ് ക്വാളിറ്റി തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യവും. നമുക്ക് പാതിരാത്രി എന്ന അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് 9ാം ദിനം ഓടുന്ന ഈ ഒരു ചിത്രം 193 ഷോകളിൽ നിന്ന് 4,143 ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയതായി പറയുന്നത്. 11% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 7,36,000 രൂപയാണ്. ഇന്നലെ 7,62,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കളക്ഷനായി വന്നത്. ഇന്ന് അതേ സമയത്ത് ഇപ്പോൾ തന്നെ 7,36,000 എത്തിയിരിക്കുന്നു. അതായത് ഇന്ന് സിനിമ 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാക്കിങ്ങിന് പോകും. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1,73,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2,30,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെയും കളക്ഷനായി വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ എല്ലാവരോടും ഒന്ന് ഹൈപ്പും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നു. ഗ്രേറ്റ് മീഡിയാസ്.